Hello friends, welcome back to our channel. കണ്ടാൽ പിസ്തയെ പോലെ തോന്നുന്ന ആഫ്രിക്കൻ പിസ്ത എന്ന് കരുതി നമ്മളിൽ പലരും നഴ്സറികളിൽ നിന്ന് വാങ്ങി വീട്ടുവളപ്പിൽ നട്ടു വളർത്തി പോരുന്ന മലബാർ ചെസ്റ്റ്നട്ടാണിത്. പല രാജ്യങ്ങളിലും ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റായിട്ട് ഈ മരം കൊടുക്കാറുണ്ട്. കാരണം ഇത് സാമ്പത്തിക ലാഭവും ഐശ്വര്യവും വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഈ മരത്തിൽ നല്ല തിളങ്ങുന്ന പച്ച നിറത്തിലുള്ള ഇലകളാണ് ഉള്ളത്. ഇതിൻ്റെ പൂവാണിത്. നേർത്ത സൂചി പോലുള്ള ഇതളുകളുള്ള ഇളം മഞ്ഞ പൂക്കളാണ് ഇതിനുണ്ടാവുക. ഈ ഇളം ഇലകളും പൂവുകളും ഉപ്പേരി വയ്ക്കാനും കറി വയ്ക്കാനും ഉപയോഗിച്ചു വരുന്നു. പച്ച നിറത്തിലുണ്ടാകുന്ന ഈ കായ്കൾ 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളം വെക്കുന്നതാണ്. ഇത് പാകമാകുമ്പോൾ ഇതിൻ്റെ കായ്കൾ ഒന്നുകിൽ തനിയെ പൊട്ടി വീഴും, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്ത കായാണ്. ഇതിൻ്റെ അകം കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു കട്ട് ചെയ്ത കായ് 2 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ പൊട്ടിത്തുടങ്ങും. ഇതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഇളം കാപ്പി നിറത്തിൽ വെള്ള വരകളോട് കൂടിയ വിത്തുകളാണ് കഴിക്കാവുന്നത്. ഇതൊരു ചെറിയ സ്നാക്കായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പഞ്ഞു പോലുള്ള പോർഷനിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെഗ്മെൻറ്റഡ് ആയിട്ടാണ് നമ്മൾക്ക് ഈ നട്ട്സിനെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ പുറന്തോട് കുറച്ച് കട്ടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് ഈ നട്ട്സ് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ പുറന്തോട് ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓയിലോ ബട്ടറോ യൂസ് ചെയ്ത് ഫ്രൈ ചെയ്തും കഴിക്കാവുന്നതാണ്. ഈവൻ നമുക്ക് ഇതൊന്ന് ഉണക്കിയതിന് ശേഷം ടോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ തോട് കളഞ്ഞ് കഴിക്കാവുന്നതാണ്. ഇത് കഴിക്കുമ്പോൾ കാഷ്യൂനട്ടിൻ്റെ ടേസ്റ്റ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. വിത്തുകൾ പാകിയോ കമ്പുകൾ മുറിച്ച് നട്ടോ പുതിയ തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. നന്നായി പൊടിയാക്കിയ മണ്ണിൽ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മണലും സമാസമം ചേർത്ത് നനച്ചിട്ട മണ്ണിലാണ് നമ്മൾ വിത്തുകൾ പാകേണ്ടത്. 10 ദിവസം കൊണ്ട് വിത്തുകളെല്ലാം മുളയ്ക്കും. ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റുള്ള സ്ഥലത്ത് വേണം നമ്മൾ മണി ട്രീയെ നടാനായിട്ട്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മലബാർ ചെസ്റ്റ്നട്ടിനെ നമുക്ക് ഇൻഡോറിൽ വളർത്താമെന്നതാണ്. സോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.